കൈരളി എനിക്ക് ക്ലാസ് എടുക്കാൻ വരണ്ട കേട്ടോ. കൈരളിക്കാരന്റെ ക്ലാസ് വേണ്ടത് കേൾക്കാൻ സൗകര്യമില്ല. കൈരളിക്കാരന്റെ ക്ലാസ് കേൾക്കാൻ സൗകര്യമില്ല. എന്റെ പൊന്നണ്ണ, കൈരളിയുടെ ആ സ്റ്റഡി ക്ലാസ് ഒന്ന് മൈൻഡെങ്കിലും ആക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരുമായിരുന്നോ? അന്നേരെ പറഞ്ഞതല്ലേ, വ്യാജ ഐ ഡി, ജാമ്യം കിട്ടാൻ വ്യാജരേഖ, വയനാട് ഫണ്ട് തട്ടിപ്പ്, ഇപ്പൊ തേണ്ടേ എല്ലാത്തിനും മേലെ. ആദ്യത്തെ ആവേശം കണ്ടപ്പോഴേ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ ആട്ടിൻതോലിലല്ലായിരുന്നോ ചാനൽ കോളങ്ങളിൽ കയറിയിരുന്ന ആ വീരവാദങ്ങളെ. എന്റെ പൊന്നോ, കാളവാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. സെക്രട്ടേറിയറ്റിലെ അക്രമ കേസിലെ അറസ്റ്റ് അന്ന് മാറിയ തലവരയായിരുന്നു. ആ തലവര 2 ദിവസം മുമ്പ് വീണ്ടും ഒന്ന് മാറിയിട്ടുണ്ടേ. അന്ന് വ്യാജ വോട്ട് പിടിച്ചെന്ന് പറഞ്ഞ് അണ്ണം പിടിച്ച പുലിവാല് ചെറുതൊന്നും ആയിരുന്നില്ല. എന്നാലും അതിൽ നിന്നൊക്കെ ഊരി. പക്ഷെ അത് പുറത്തു കൊണ്ടുവന്നത് കൈരളി ആയിരുന്നേ. ഹൈക്കോടതിയിലെ ജാമ്യം കിട്ടാൻ വ്യാജരേഖകൾ കെട്ടിയൊരുക്കി കൊണ്ടുപോയി. അന്നും ലവൻ പറഞ്ഞു, കൈരളിക്കാരന്റെ ക്ലാസ് കേൾക്കാൻ സൗകര്യമില്ല. ഒന്ന് കേക്കായിരുന്നു. പിന്നെയുണ്ടതാ വയനാട് ഫണ്ട് തട്ടിപ്പ്. അതും പുറത്തു കൊണ്ടുവന്നത് കൈരളിയാണേ. അന്നും ലവൻ പറഞ്ഞു, കൈരളിക്കാരന്റെ ക്ലാസ് വേണ്ടത്. കൈരളി എനിക്ക് ക്ലാസ് എടുക്കണ്ട. കൈരളിക്ക് എന്താ തിടുക്കം? തിടുക്കമൊന്നും ഇല്ലായിരുന്നു. തിടുക്കം കാട്ടിയത് നിങ്ങൾ എന്നല്ലേ. എന്ത് കാണിച്ചാലും ഹൂ കേഴ്സ്, ഞങ്ങൾക്ക് പറയാനൊക്കെ ഓടെ. പിന്നെ ഇപ്പൊ നടക്കുന്ന ഈ കലാപരിപാടികളെ കുറിച്ച് കുറച്ച് ജാടയുള്ളത് കൊണ്ട് ഇനിയും അത് പറയുന്നില്ല. കൈരളി പറഞ്ഞത് അന്നൊന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ കോൺഗ്രസേ? ഹൂ കേഴ്സ്.